നമസ്തേ. ശംഭോ മഹാദേവ. ഗുരുവായൂരപ്പ. നമ്മൾ ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നേ? ഇതാണ് നമസ്കാര മുദ്ര. പക്ഷെ ഇതിങ്ങനെയല്ല. ഇതിങ്ങനെയാണ് വേണ്ടേ. നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലും അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നല്ല, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ. ഫസ്റ്റ്, ഇത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബോഡീനും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കുന്നു. നമ്മളെ കുറച്ചുകൂടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെ കുറച്ചുകൂടെ പ്രസന്റ് മൂമെന്റിലേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായി? ഒരു ധ്യാനത്തിന്റെ ഒരു എഫക്റ്റ് ഇല്ലേ, അതിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് ഈ ഒരു മുദ്രയിൽ നമ്മൾക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ശാന്തി അനുഭവപ്പെടാറില്ലേ? അത് അതിന്റെ കാരണം അതാണ്. പിന്നെ നമ്മുടെ ബോഡി പോസ്ചർ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പോസ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഈഗോ കുറയ്ക്കുന്നു. മറ്റുള്ളവരോടുള്ളൊരു ബഹുമാനം കൂടുന്നു. നമുക്ക് സ്വന്തത്തിനോടും മറ്റുള്ളവരോടും ഒക്കെ ഒരു നന്ദി തോന്നുന്നു. എല്ലാത്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഇല്ലേ, നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അത് കൂടും. കാരണം ഇത് നമ്മുടെ അനാഹത ചക്ര, നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ അനാഹത ചക്രാനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. മീൻസ് ഹാർട്ട് സെന്റർ, നമ്മുടെ ഹാർട്ടിന്റെ സെന്ററിലുള്ള ഒരു പവർ പോയിന്റ് ആണ്. അപ്പോ അത് നമ്മളെ കുറച്ചുകൂടെ സ്നേഹം പഠിപ്പിക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ ദയ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ നല്ല നല്ല ഫീലിങ്സ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ എന്താ, നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മളൊരു ദൈവത്തിനോട് കുറച്ചുകൂടെ കൂടുതൽ ഒരു കണക്റ്റഡ് ആവുകയാണ്. ഒരു ഡിവൈൻ കണക്ഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വരുവാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ദൈവത്തിനെ കണ്ടെത്തുവാണ്. അതേപോലെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എപ്പോഴും കാണാം ഈ ഒരു ഇങ്ങനെ വെച്ച് നമസ്തേ പറയുന്നത്. ഞാൻ കേരളത്തിൽ ഇത് കുറച്ചേ കണ്ടിട്ടുള്ളൂ. ബട്ട് നോർത്തിലൊക്കെ എപ്പോ പോയാലും നമസ്തേ ആന്റിജി, നമസ്തേ അങ്കിൾജി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കൈകൂപ്പിയാണ് നമസ്തേ പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ തവണയും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡിക്ക് തന്നെയാണ് കുറച്ചുകൂടെ ഒരു ഗുഡ് എഫക്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങളില്ല, നമ്മുടെ നെർവസ് സിസ്റ്റം ശാന്തമാക്കുന്നു, സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, ബോഡി പോസ്ചർ ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മളെ കുറച്ചുകൂടെ ധ്യാനത്തിലോട്ടാക്കുന്നു, നമ്മുടെ സ്ട്രെസ് റിലീഫ് ആക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ മുദ്രയിലുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇതിനെക്കുറിച്ച്? ബൈ.